എന്നാ എന്തുവാ പ്രശ്നം എന്തുവാ? എന്നാ കാര്യം എന്തുവാ? കാര്യം എന്നാ? ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ? എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. 1 2 ശരിയാണല്ലോ, 2 കണ്ണുണ്ട്, ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിനാണോ വിറ്റാത്തിയും കടാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കെയെന്ന് പറഞ്ഞാ? ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല, ഞങ്ങൾ ഇറക്കും. അല്ലാതെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. എങ്കിലും ഇറക്കാൻ ഒക്കുകയില്ല. എന്ന് പറഞ്ഞാൽ തിക്കിലില്ലാത്തനെ, ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ? ശരി, ഇറക്കിക്കോ. എന്ത് വേണം? 4500 രൂപയാവും. അയ്യോ, 4500 രൂപയോ? പൂജ്യമൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ? അല്ല, 4500 ഒരു പൈസ പറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരും ഇവിടെ ഇറക്കാനും പോകുന്നില്ല. ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. എന്റെ കയ്യിൽ ആകെ 1000 രൂപയേ ഉള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ കൂടെ സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂറിന്റെ കാര്യങ്ങൾ തീർക്കാൻ വാണ്ടേ? കടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണതല്ലേ, അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലങ്ങ് ആയിക്കോട്ടെ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ? നിന്റെ തിരുമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. ഇരട്ടക്കണം ചേട്ടോ, വാക്ക് പറഞ്ഞ വാക്ക്. എവിടെ പറഞ്ഞ കാശുണ്ട്. കോട്ടയം കുഞ്ഞിന്റെ തന്ത ഒന്നേ ഉള്ളൂ. പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതിന് എണ്ണയും കുഴമ്പൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും. അതിന് 100 രൂപ, മൊത്തം 600 രൂപ ഉണ്ട്. പിടി, പിടി, 100 രൂപ എക്സ്ട്രാ ഉണ്ട്. പിടിക്കുന്നേ. ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചാട്ടെ. എടാ വാടാ, കുഞ്ഞച്ചൻ ചേട്ടന്റെ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഇറക്കി വെക്കാം. അപ്പൊ കൊള്ളണത് കൊണ്ടപ്പ സംഗതി ക്ലിയറായി. പേരെന്തുവാ? കുഞ്ഞച്ചൻ, കോട്ടയം കുഞ്ഞച്ചൻ. എന്റെ പൊന്ന് സാറേ, എന്നും കുന്നും 12 മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ. നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ. അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചന്ത തന്നെ കിടന്നാ പോരാഞ്ഞോ? ടൈപ്പ് റൈറ്റിംഗ് ആണ്, ഡ്രൈവിംഗ് സ്കൂളാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോ